6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ ഒന്നാമത്തെ പാഠം. പാഠം 1. നമുക്ക് മുഹ്സിനാവാം. നമുക്ക് പാഠം നോക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇരിക്കുന്ന ഒരു സദസ്സ്. പെട്ടെന്ന് ഒരാൾ അവിടെ കയറി വന്നു. ഒരു ദീർഘയാത്രക്കാരൻ്റെ ലക്ഷണങ്ങളൊന്നും അയാളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആർക്കും അദ്ദേഹത്തെ പരിചയവുമില്ല. നല്ല തൂവെള്ള വസ്ത്രം, കറുത്ത മുടി, ആകെ കൂടി ഒരു കുലീന ഭാവമുണ്ട് അയാളിൽ. നബി തങ്ങളും സ്വഹാബികളും ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരാൾ കയറി വന്നു. എന്നാൽ ഒരു ദീർഘയാത്ര കഴിഞ്ഞു വരുന്ന ലക്ഷണമൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല. അയാൾ നല്ല തൂവെള്ള വസ്ത്രം, കറുത്ത മുടി, ഒരു കുലീന ഭാവം. നേരെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടോട് മുട്ട് ചേർത്തിരുന്ന് ഇരു തുടകളുടെ മേൽ കൈവച്ച് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് വിവരം നൽകുക എന്ന് പറഞ്ഞു. അയാൾ നേരെ വന്ന് നബി തങ്ങളുടെ അടുത്തിരുന്ന് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് വിവരം നൽകുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ ദൂതനാണെന്നും നീ സാക്ഷ്യം വഹിക്കുക. അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നും മുഹമ്മദ് നബി അവൻ്റെ ദൂതനാണെന്നും നീ സാക്ഷ്യം വഹിക്കുക. 2. ഷഹാദത്ത് കലിമ. നിസ്കാരം നിലനിർത്തുക, സകാത്ത് നൽകുക, നോമ്പ് അനുഷ്ഠിക്കുക, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. നബി തങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. ഇവയാണ് ഇസ്ലാം കാര്യങ്ങൾ. ചോദ്യകർത്താവ് പ്രതികരിച്ചു. നബി തങ്ങൾ ഈ 5 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവയാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് ചോദിച്ച ആൾ പറഞ്ഞു, സത്യം തന്നെ. സ്വഹാബികൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കെ രണ്ടാമത്തെ ചോദ്യം വന്നു. സ്വഹാബികൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുമ്പോൾ അയാൾ രണ്ടാമതും ചോദിച്ചു, ഈമാൻ എന്നാലോ? ഈമാൻ എന്നാലോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും കിതാബുകളിലും അന്ത്യനാളിലും നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്നതിലും നീ വിശ്വസിക്കലാണ്. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. അള്ളാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും കിതാബുകളിലും അന്ത്യനാളിലും നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എന്നതിലും നീ വിശ്വസിക്കൽ. ആഗതൻ അവയും ശരിവച്ചു. അതും ശരിയാണെന്ന് വന്നയാൾ സമ്മതിച്ചു. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ഇഹ്സാൻ എന്നാൽ എന്താണ്? വന്നയാൾ നബി തങ്ങളോട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, ഇഹ്സാൻ എന്നാൽ എന്താണ്? ഇസ്ലാം കാര്യങ്ങൾ എന്താണ്? ഈമാൻ എന്നാൽ എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ഇഹ്സാൻ എന്നാൽ എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നബി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന സമയത്തെല്ലാം അള്ളാഹുവിനെ നീ കാണും പോലെ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ 3 ഭാഗങ്ങൾ പരിചയപ്പെടുത്താൻ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു ആ അപരിചിതൻ. ആ വന്ന ആൾ ആരായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കായിരുന്നു. ഇസ്ലാം കാര്യങ്ങൾ ആദ്യം എന്താണെന്ന് ചോദിച്ചു. പിന്നീട് ഈമാൻ കാര്യങ്ങൾ ചോദിച്ചു. ഇഹ്സാൻ എന്നാൽ എന്ത്? മൂന്നാമത് ചോദിച്ചത്. ഇഹ്സാൻ എന്നാൽ നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ 3 ഭാഗങ്ങളും പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കായിരുന്നു അത്. ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ. ഇസ്ലാം ദീനിൻ്റെ മതത്തിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ. താൻ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുമെന്ന ബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും
അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ആവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മുഹ്സിനാകുന്നത്. താൻ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുമെന്ന ബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ആവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മുഹ്സിനാകുന്നത്. ദുനിയാവിലെ ജീവിതത്തിൽ മുഹ്സിനീങ്ങൾക്ക് അള്ളാഹു എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടെന്ന ചിന്ത ഉള്ളതിനാൽ ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും അനുഭവിക്കാനാവുന്നു. ദുനിയാവിലെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും അള്ളാഹു തൻ്റെ കൂടെ ഉണ്ട് എന്ന് മുഹ്സിനീങ്ങൾക്ക് എപ്പോഴും ബോധമുള്ളതുകൊണ്ട് അവർക്ക് നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും, ഏത് വിഷമാവസ്ഥയിലും അവർക്ക് മനസ്സമാധാനവും അനുഭവിക്കാനാകുന്നു. കൂടാതെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നു. അള്ളാഹു തൻ്റെ കൂടെ ഉണ്ട് എന്ന ചിന്ത ഉള്ളതിനാൽ അവർക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കുന്നു. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദത്തുൻ. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദത്തുൻ എന്ന ആയത്തിൻ്റെ ആശയം അതാണ്. ഈ ആയത്തിൻ്റെ ആശയം അതാണ്. നല്ലത് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവും അതിൽ കൂടുതലും ഉണ്ട്. ഈ ആയത്തിൻ്റെ അർത്ഥം നല്ലത് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവും അതിൽ കൂടുതലും ഉണ്ട്. അവർക്ക് സ്വർഗം, പരലോകത്ത് സ്വർഗവുമുണ്ട്, അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യവുമുണ്ട്. അതാണ് ഈ ആയത്തിൻ്റെ ആശയം. നന്മ ചെയ്യുക എന്ന ഒരു അർത്ഥവും കൂടി ഇഹ്സാനിനുണ്ട്. ഇഹ്സാൻ എന്നാൽ നന്മ ചെയ്യുക എന്ന ഒരർത്ഥം കൂടി ഉണ്ട്. മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യാൻ, നന്മ ചെയ്യാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ നാം കൽപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ നാം കൽപ്പിച്ചിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാനും നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാനും നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് മറ്റുള്ളവർ? അയൽവാസികൾ, വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവരുമായും നാം നന്മയിൽ വർത്തിക്കണം. അപ്പോഴാണ് നാം പൂർണ്ണ മുഹ്സിനാവുക. നമ്മുടെ അയൽവാസികൾ, വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ ഇവരെല്ലാവരുമായും നാം നന്മയിൽ വർത്തിക്കണം. അപ്പോഴാണ് നാം പൂർണ്ണ മുഹ്സിനാവുക. ഒരിക്കൽ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗം ലഭിക്കാനുള്ള അമൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നീ മുഹ്സിനാവുക എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അത് അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറലാണ് എന്നും അവർ നീ മുഹ്സിനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തും നീ മുഹ്സിനായിരിക്കുമെന്നും അവിടുന്ന് വിശദീകരിച്ചു. ഒരിക്കൽ ഒരാൾ തിരുനബിയോട് സ്വർഗം ലഭിക്കാനുള്ള അമല് പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നീ മുഹ്സിനാവുക. അത് അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറലാണ് എന്നും മുഹ്സിനാണെന്ന് അയൽവാസി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തും നീ മുഹ്സിനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. അയൽവാസി നീ മുഹ്സിനാണെന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിൻ്റെ അടുത്തും മുഹ്സിനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. അങ്ങനെ നിനക്ക് സ്വർഗം ലഭിക്കും. ചുരുക്കത്തിൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിലും ആളുകളുമായുള്ള ബന്ധങ്ങളിലും നാം ഇഹ്സാൻ പാലിക്കുന്നവരായി മാറണം. അള്ളാഹുവിനുള്ള ഇബാദത്തുകളിലും നാം ആരാധനകൾ ചെയ്യുമ്പോഴും ആളുകളുമായുള്ള ബന്ധങ്ങളിലും ഇഹ്സാൻ പാലിക്കുന്നവരായി മാറണം. അപ്പോഴാണ് നാം പൂർണ്ണ മുഅ്മിനാവുക. മുഅ്മിൻ എന്ന സത്യവിശ്വാസിയാവുക.
മുഅ്മിനും മുഹ്സിനുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. മുഅ്മിൻ എന്നാൽ സത്യവിശ്വാസി. മുഹ്സിൻ എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവൻ. അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവൻ മുഹ്സിൻ. മുഅ്മിനും മുഹ്സിനുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഓർമ്മിക്കാം. കഴിഞ്ഞ വർഷം പഠിച്ചതാണിത്. അത് ഓർമ്മിക്കാം. അൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്നാൽ അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കുക. നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കുക. നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ട്. തദ്രീബാത്ത്. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. 1. ഉത്തരം പറയാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന അപരിചിതൻ ആരായിരുന്നു? സദസ്സിൽ വന്ന അപരിചിതൻ. അതിൻ്റെ ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. അതിൻ്റെ ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. 2. അദ്ദേഹം ചോദിച്ച 3 ചോദ്യങ്ങൾ ഏവ? അദ്ദേഹം ചോദിച്ച 3 ചോദ്യങ്ങൾ. അതിൻ്റെ ഉത്തരം ഇസ്ലാം എന്നാൽ എന്ത്? ഈമാൻ എന്നാൽ എന്ത്? ഇഹ്സാൻ എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ഇസ്ലാം എന്നാൽ എന്ത്? ഈമാൻ എന്നാൽ എന്ത്? ഇഹ്സാൻ എന്നാൽ എന്ത്? 3. ഇഹ്സാൻ എന്നാൽ എന്താണ്? ഇഹ്സാൻ എന്നാൽ എന്താണ്? അതിൻ്റെ ഉത്തരം നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അതിൻ്റെ ഉത്തരം നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. 4. ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ്? 4ാമത്തെ ചോദ്യം, ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ്? അതിൻ്റെ ഉത്തരം നന്മ ചെയ്യുക എന്നൊരർത്ഥം കൂടി ഇഹ്സാനിനുണ്ട്. അതിൻ്റെ ഉത്തരം നന്മ ചെയ്യുക എന്നൊരർത്ഥം കൂടി ഇഹ്സാനിനുണ്ട്. 2. വ്യക്തമാക്കാം. 1. മുഹ്സിനുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് ഏത്? മുഹ്സിനുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് ഏത്? അതിൻ്റെ ഉത്തരം ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്തുൻ. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്തുൻ. 2. മുഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം എന്ത്? മുഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം എന്ത്? അതിൻ്റെ ഉത്തരം ദുനിയാവിലെ ജീവിതത്തിൽ മുഹ്സിനീങ്ങൾക്ക് അള്ളാഹു എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടെന്ന ചിന്ത ഉള്ളതിനാൽ ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും അനുഭവിക്കാനാവുന്നു. അതിൻ്റെ ഉത്തരം ദുനിയാവിലെ ജീവിതത്തിൽ മുഹ്സിനീങ്ങൾക്ക് അള്ളാഹു എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടെന്ന ചിന്ത ഉള്ളതിനാൽ ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും അനുഭവിക്കാനാവുന്നു. അടുത്തത് പൂരിപ്പിക്കാം. 1ാമത്തെ അൻ തഅ്ബുദല്ലാഹ ഡാഷ്. അൻ തഅ്ബുദല്ലാഹ ഡാഷ്. അതിൻ്റെ ഉത്തരം അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതിൻ്റെ ഉത്തരം അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അടുത്ത ചോദ്യം, നീ നിന്റെ രക്ഷിതാവിനെ ഡാഷ് അവൻ നിന്നെ കാണുന്നുണ്ട്. നീ നിന്റെ രക്ഷിതാവിനെ ഡാഷ് അവൻ നിന്നെ കാണുന്നുണ്ട്. അതിൻ്റെ ഉത്തരം നീ നിന്റെ രക്ഷിതാവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. നീ നിന്റെ രക്ഷിതാവിനെ, അതുവരെയാണ് തന്നിട്ടുള്ളത്. ബാക്കി എഴുതേണ്ടത് കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്.
4 പരിശോധിക്കാം, കണ്ടെത്താം. അതിലൊന്നാമത്തെ, അയൽവാസികൾക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തു കൊടുക്കാനാവും? അയൽവാസികൾക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തു കൊടുക്കാനാവും? അതിൻ്റെ ഉത്തരം, അവർക്ക് സഹായം ആവശ്യമാണെങ്കിൽ ചെയ്തു കൊടുക്കുക, അവർക്ക് അസുഖം പിടിപെട്ടാൽ ഹോസ്പിറ്റലിലെത്താൻ സഹായിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ളത് എഴുതാം. 2 നിസ്കാരത്തിൽ നമുക്ക് എങ്ങനെ മുഹ്സിനാവാം? രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ നമുക്ക് എങ്ങനെ മുഹ്സിനാവാം? അതിൻ്റെ ഉത്തരം, നിസ്കാരത്തിൽ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി മാത്രം ചെയ്യണം. അതിൻ്റെ ഉത്തരം, നിസ്കാരത്തിൽ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി മാത്രം ചെയ്യണം. 3 അൽ അൻകബൂത്ത് സൂറത്തിലെ 69-ാം ആയത്തും അർത്ഥവും. അൽ അൻകബൂത്ത് സൂറത്തിലെ 69-ാമത്തെ ആയത്തും അതിൻ്റെ അർത്ഥവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അതിൻ്റെ അർത്ഥം, നമ്മുടെ മാർഗത്തിൽ സമരത്തിലേർപ്പെട്ടവരാരോ അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. തീർച്ചയായും അള്ളാഹു സൽവൃത്തരോടൊപ്പം ആകുന്നു. അതിൻ്റെ അർത്ഥം, നമ്മുടെ മാർഗത്തിൽ സമരത്തിലേർപ്പെട്ടവരാരോ അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. തീർച്ചയായും അള്ളാഹു സൽവൃത്തരോടൊപ്പമാകുന്നു. തീർച്ചയായും അള്ളാഹു മുഹ്സിനീൻ്റെ ഒപ്പമാകുന്നു. നമുക്ക് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 6-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.